ഹലോ. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇന്നത്തോടുകൂടി വിഷുവൊക്കെ തീരുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് പറ്റുന്ന പോലെയൊക്കെ ആഘോഷം ഉണ്ടായിരുന്നു. കുഞ്ഞിന് പടക്കത്തിനോട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിക്കാൻ പോയില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ആഘോഷിച്ചു. അപ്പോൾ വിഷുവിന് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുക്കണിയാണല്ലോ. അപ്പോൾ രാത്രി തന്നെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞങ്ങൾ വിഷുക്കണി വെക്കാനുള്ള എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണണമല്ലോ. നമ്മൾ എണീച്ച് വന്നപ്പോഴത്തേക്കിനും അമ്മ വിളക്കൊക്കെ കൊളുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പതിവ് പോലെ 7 മണിക്കൊക്കെയാണ് എണീറ്റത്. അപ്പോൾ നമ്മൾ എണീറ്റ് വന്ന് പിന്നെ കണിയൊക്കെ കണ്ടു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് അറിവായി വരും തോറും അവർക്ക് ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ആൾ രാവിലെ തന്നെ ഞാൻ കുളിക്കാനൊക്കെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് മടിയൊന്നുമില്ലാതെ എൻ്റെ കൂടെ കുളിക്കാനൊക്കെ ആയിട്ട് വന്നു. വഴക്കൊന്നുമില്ല. പുള്ളിക്ക് രാവിലെ കുളിക്കണേനൊന്നും വലിയ മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഞാൻ കുറച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി കൃഷ്ണനെയൊക്കെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നടന്നു കേട്ടോ. നമുക്ക് അധിക സമയം ഇങ്ങനെ എപ്പോഴും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യണോണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ നടക്കുകയും ചെയ്യും. അമ്മ രാവിലെ തന്നെ വിഷുക്കഞ്ഞി വെക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും മുടങ്ങാതെ വെക്കുന്ന ഒരു സാധനമാണ് വിഷുക്കഞ്ഞി. അത് ഈ ഒരു മംഗലത്തിൽ തന്നെയാണ് കേട്ടോ വെക്കണം. അതിൻ്റെ കാലാവധി ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ഇതൊക്കെ വിഷുക്കഞ്ഞിക്കുള്ള സാധനങ്ങളാണ്. നല്ല നെല്ല് കുത്തിയ അരിയും അതുപോലെ തന്നെ വൻപയറും തേങ്ങയും ഏലക്കയും ജീരകവും പൊടിച്ചതും. മധുരം വേണ്ടവരാണെങ്കിൽ മധുരം ഇട്ടിട്ടാണ് നമ്മൾ വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.